അങ്ങനെ എടുക്കാൻ പറ്റില്ലേ? എപ്പോഴും നമ്മൾ മരുന്ന് കഴിക്കുക പനിക്കൂർക്കാണ് പനി ജലദോഷം ചുമ എന്ത് ചെയ്യും ഈ ചെടിയുടെ എന്ത് ചെയ്യും? ഈ ചെടി എടുക്കുമോ അതോ ചെടിയുടെ ഇല എടുക്കുമോ? ചെടിയില എവിടെ നമുക്ക് 5 ഇല എടുക്കുക. എന്നിട്ട് നമ്മളത് ചതച്ചെടുക്കും. കുപ്പിയിലാക്കി വെക്കും. ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും അല്ലേ? പനിയൊക്കെ വരുമ്പോഴാണോ ഉപയോഗിക്കണ? ആണോ? നല്ലതാ. മണം ഇഷ്ടമാണോ പനിക്കൂർക്കടാ? ഭയങ്കര ഇഷ്ടമാണോ? പിന്നെ എന്തൊക്കെ ചെയ്യും പനിക്കൂർക്കയും കൊണ്ട്? ബജ്ജി ഉണ്ടാക്കാം. ആ നടുവോ ഇന്ന് വീട്ടിൽ കൊണ്ട് ഇത് നോക്കോ? അതിനാ നന്നായിട്ട് സൂക്ഷിക്കോ? ആ അവരെ ചേർത്ത് പിടിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠരായ അധ്യാപക സുഹൃത്തുക്കളെ, നമ്മുടെ സ്പോക്കിൻ്റെ പരമാത്മാവും ജീവാത്മാവും ഒക്കെ ആയിട്ടുള്ള ഹൈദരാം സാറും അതോടൊപ്പം തന്നെ ഷൈജു സാർ, ഈ സ്ഥാപനത്തിൻ്റെ കുട്ടികളെ കേൾക്കുന്നുണ്ട്. സസ്യങ്ങളെ രക്ഷിച്ചാൽ ആ സസ്യങ്ങൾ നമ്മെ രക്ഷിക്കും. അത് നമുക്ക് ഔഷധമായിട്ടും നമുക്ക് സന്തോഷത്തിനും നമുക്ക് ഭക്ഷണമായിട്ടും മരുന്നായിട്ടും ഒക്കെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞു, പ്രാണവായു ചേച്ചി പറഞ്ഞു, ആമുഖമായിട്ട് പറയുന്നത് നിങ്ങളുടെ അവതാരികയായിട്ട് ചേച്ചി പറഞ്ഞു എന്താണ് പ്രാണവായുവായിട്ട് നമുക്ക് വേണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് മഴ പോലും പെയ്യണമെങ്കിൽ കാട് വേണം അല്ലെ? മരം ഒരു വരം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ നമ്മുടെ ജീവനോടൊപ്പം ജീവിതത്തോടൊപ്പം ചെടികളെ വളർത്തുവാനും പരിചരിക്കുവാനും അതിൻ്റെ കൊണ്ടുള്ള സാധ്യമായിട്ട് നേരിട്ടും പ്രത്യക്ഷത്തിലും പരോക്ഷവുമായിട്ടൊക്കെയുള്ള ഉപകാരങ്ങൾ എന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. പ്രത്യേകിച്ചിട്ട് നമുക്കറിയാം ചെടികളെ നമുക്ക് പല രീതിയിൽ തിരിച്ചറിയാം അല്ലെ? പല രീതിയിൽ നമുക്ക് ചെടികളെ ചെടികളെ മനസ്സിലാക്കാം അല്ലെ? ചെടികളെ ടച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. ഒരു ചെടിക്ക് പേര് തന്നെ ടച്ച് മീ നോട്ട് എന്നാണ്, എന്നെ തൊടരുതെന്നാണ്. തൊട്ട് കഴിഞ്ഞാൽ തൊട്ടാൻ പാടില്ല. ടച്ച് മീ നോട്ട്. തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ എന്താണ് എൻ്റെ ഞാനൊന്ന് ചുരുക്കി പോകും. അതേമാതിരി ചെടികളെ നമുക്ക് മണത്ത് ചെടികളുടെ ഇലയൊക്കെ അപ്പൊ കരസ്പർശം കൊണ്ട് ചെടികളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ചെടികളെ മണത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രുചിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ചെടികൾ നമുക്ക് ഏതൊക്കെ സന്തോഷത്തിൻ്റെയും ഏതൊക്കെ തരങ്ങളാണ് തരുന്നത്. ഈ ഞാൻ നിങ്ങളുടെ അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഇതാക്കുമ്പോൾ ശരിക്ക് രോഗങ്ങളൊക്കെയുള്ള ആൾക്കാർക്ക് പലർക്കും പല ജീവിതത്തിലെ പല ഘട്ടങ്ങളിൽ രോഗം വരും. അപ്പൊ അവര് വളരെ മാനസികമായിട്ടൊക്കെ കുറച്ച് തളർന്നിരിക്കുന്ന സമയത്ത് ചെടികളെ പരിലാളിക്കുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക ഊർജം, ഒരു സന്തോഷം ഒക്കെ കിട്ടും. ഞാൻ പഠിച്ചിട്ടുണ്ട് ബുദ്ധി കൊടുക്കാൻ പോലും അല്ലെ, നമുക്കെല്ലാം പഠിച്ചു പിടിക്കലാവണം. രാവിലെ നമ്മുടെ ബ്രഹ്മിയുടെ ഇല 2-3 ഇല ഞാൻ കഴിച്ചിട്ടുണ്ട്. MSc പഠിക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ കൂട്ടുകാരെ കഴിക്കും. അത് ക്ലാസ്സിലെ ഫസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാനും ആ ഫസ്റ്റ് ആവാനുള്ള ലക്ഷ്യം ബ്രഹ്മി, അതിനകത്ത് ബാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു ഘടകമുണ്ട്, അത് നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കും. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ചെടികൾ, നമ്മുടെ സംസ്കാരം, നമ്മുടെ ഇടപെടലുകളൊക്കെ നമ്മളെ ഒന്നുകൂടി നമ്മളെ തിളക്കമുള്ളവരാക്കി മാറ്റുന്നു. പിന്നെ അപ്പൊ നമുക്ക് എങ്ങനെ ചെടികളെ സംരക്ഷിക്കാം? ചെറിയ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കില്ല. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വീട്ടിൽ
ചെടികളെ വളർത്താൻ ചില കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊരു കാര്യം പരിചരിക്കുവാൻ, അതിനെ കെട്ടിപ്പിടിക്കുവാൻ, അതിനെ ഉമ്മ വയ്ക്കുവാൻ. ഞാൻ എൻ്റെ വീട്ടിലൊരു നീർമരുന്നിനെ നട്ടു വളർത്തുന്നുണ്ട്. നീർമരുന്ന് എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നക്ഷത്ര വൃക്ഷമാണ്. ഞാൻ ചോദ്യനാളിൽ ജനിച്ചതുകൊണ്ട് നീർമരുന്നിനെ ഞാൻ നട്ടു വളർത്തുന്നു. ആ നീർമരുന്നിനെ കെട്ടിപ്പുണരുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് നീർമരുന്നിൻ്റെ കായയും അതിൻ്റെ ഇലകളും അതിൻ്റെ പ്രത്യേകിച്ചിട്ട് അതിൻ്റെ തൊലി ഹൃദയ രോഗങ്ങളെ ഒരിക്കലും ഹാർട്ട് അറ്റാക്ക് വരില്ല എന്നാണ് പറയുന്നത്, വിശ്വാസമാണ്. അപ്പം ഞാൻ അതിനെ എപ്പോഴും പരിചരിക്കും. ഞാനൊരു അമ്പഴം വെച്ച് നട്ടിട്ടുണ്ട്. അമ്പഴങ്ങ നല്ല കഴിക്കാം, അച്ചാറൊക്കെ ഉണ്ടാക്കാം. അതിന് കാരണം എൻ്റെ മകനാണ് മാധവ്. മാധവൻ്റെ നക്ഷത്രം അത്തം. അത്തം അമ്പഴം, അതിന് ഞാൻ പരിചരിക്കുന്നു, അതിനെ കെട്ടിപ്പിടിക്കുന്നു. അത് കാണുമ്പോൾ ഞാൻ എൻ്റെ മോനെ ഓർക്കുന്നു. തൊട്ട് ഞാനൊരു പേരാല് വെച്ചിരിക്കുന്നു, അത്തിയും പേരാലും. എൻ്റെ ജീവൻ്റെ എല്ലാമായ എൻ്റെ ഭാര്യ മഞ്ജുള മകൻ നക്ഷത്രമാണ്. അപ്പം ഞാനതിനെ ദിവസവും ഞാനതിനെ കാണുന്നു, അതിനെ പരിചരിക്കുന്നു, അതിനെ തൊടുന്നു, അതിനെ കെട്ടിപ്പിടിക്കുന്നു. വളരെ പൊസസീവ്നെസ് ആണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നത് ചെടികൾക്ക് വികാരവും ഒക്കെ ഉണ്ട്. ചെടികൾ നമ്മളോട് സംസാരിക്കും, നമ്മൾ അവരോട് സംസാരിക്കുകയാണെങ്കിൽ ചെടികൾ. ഇപ്പം നിങ്ങളൊക്കെ വീട്ടിലൊക്കെ കുറച്ച് ചില ചെടികളൊക്കെ വെച്ച് അതിനെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് ഒന്ന് മണത്ത് അതിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും. മഹാനായ ജഗദീഷ് ചന്ദ്ര ബോസ് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭാരതത്തിൻ്റെ ഒരു സപുത്രനാണ് അദ്ദേഹം. പറഞ്ഞ ശാസ്ത്രജ്ഞനാണ്. ചെടികൾക്ക് വികാരവും സന്തോഷവും വിചാരവും ഒക്കെ ഉണ്ട്. പ്ലാന്റ്സ് നമ്മളോട് സംസാരിക്കും. നമ്മൾ അവിടെ ആ ഭാഷ നമുക്ക് അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ പരിചരിക്കുന്ന ഓരോ ചെടിയും, നമ്മൾ വീട്ടിൽ പട്ടിയെ വളർത്തുന്നില്ലേ, പലരും വളർത്തുന്നു. ആ പട്ടി നമ്മളോട് എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്, അതേമാതിരി ചെടികൾ നമ്മളോട് പെരുമാറും. അപ്പൊ അത്തരത്തിൽ എനിക്ക് തോന്നുന്നത് ഈ സ്ഥാപനത്തിന് നാളേക്ക് വരും ഭാവിയിൽ ഇവിടെ നിർബന്ധമായിട്ട് അതിന് നമുക്ക് പല ഏജൻസിനെയൊക്കെ സഹായിക്കാം. ഒരു ടച്ച് ആൻഡ് സ്മെൽ ഗാർഡൻ നമുക്ക് ഉണ്ടാക്കണം. അതൊരു ആശയമാണ്. പ്രത്യേകിച്ചിട്ട് നമ്മുടെ വിഷ്വലി ചാലഞ്ചിലായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ല മുതൽക്കൂട്ടായിട്ടുള്ള അത് 1977 ലോകത്ത് ആദ്യമായിട്ട് ഡേവിസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിനുശേഷം ഏതാണ്ട് 2000 പ്രൊഫസർ പുഷ്പാങ്കൻ എന്ന് പറയുന്ന കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ ലക്നൌവിൽ അത്തരത്തിലുള്ളൊരു ഉദ്യാനം കൊണ്ടുവന്നത്. പിന്നീട് MS സ്വാമിനാഥൻ മദ്രാസിലും ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. വലിയൊരു ഉദ്യാനം തന്നെ, പക്ഷെ അത് നമുക്ക് സഹായമൊക്കെ വേണം, സാമ്പത്തിക സഹായമൊക്കെ വേണം. അതിൻ്റെ നടപ്പാതകൾ, ചെടികളുടെ പേരൊക്കെ വായിച്ചെടുക്കുവാനൊക്കെയുള്ള രീതികളൊക്കെ അതിനകത്ത് എഴുതിയിരിക്കണം. കുട്ടികൾക്ക് നടക്കാനുള്ള പാത്ത്, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഇവിടുത്തെ ടീച്ചേഴ്സ് അത്തരത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്, അതിനുള്ള എല്ലാ സാമ്പത്തികവും ഗവൺമെന്റിനോട് പറഞ്ഞ പോലെ അവിടെ ചെയ്തു തരും. അതൊരു നൂതന ആശയമാണ്. അപ്പോൾ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് അത് തന്നെയാണ്. നമ്മൾ വീട്ടിൽ ചെടികളെ വളർത്തുവാനും പരിചരിക്കുവാനുമുള്ള കാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അത് നമ്മുടെ പിറന്നാളിന് ഒരു ചെടി നട്ടോട്ടെ. ഇന്നത്തെ വേൾഡ് എൻവയോൺമെന്റ് ഡേയിൽ ഒരു ചെടി നട്ട് നമ്മൾ അതിനെ പരിചരിക്കുക. ഞാനൊന്ന് ജസ്റ്റ് ഇന്നത്തെ ക്ലാസ് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എനിക്കൊന്ന് 2 കുട്ടികളുടെ എല്ലാം മണത്തു നോക്കും. അറിയാമോ? യെസ്, കറക്റ്റാണ്. അവൻ കണ്ടുപിടിച്ചു. നാരങ്ങ വെള്ളത്തിൽ ചേർക്കുന്ന മിറ്റാണ്. ഏതാണ് മണത്തു നോക്കി. ഏതാണ് ദിവസവും നമ്മൾ കൂട്ടാനിലേക്ക് ഏതാണ് മഞ്ഞത്? മണത്തു നോക്കൂ. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ഇഞ്ചി അറിയാമോ? ഇഞ്ചിയുടെ മണത്ത്. ഓക്കെ, മോനെ ഇതേതാണ്? ഇഞ്ചിയാണോ? ഇഞ്ചി ഉപയോഗിക്കുന്നുണ്ടോ? എന്തിനാണ്? ചുക്ക്, ഇഞ്ചി ഇഷ്ടപ്പെട്ട ഒരു ചെടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പക്ഷേ
ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവുമോ? ബിരിയാണി ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എല്ലാവർക്കും ഇഷ്ടം. എനിക്ക് അറിയാം, ഈ അടുത്ത കാലത്ത് നമ്മുടെ മിനിസ്റ്റർ ശിവൻകുട്ടി സാറിനോട് കുട്ടികൾ പറഞ്ഞാണ് സ്കൂളുകളിൽ ബിരിയാണി വേണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അരി കുക്ക് ചെയ്യുമ്പോൾ അതിൽ ഇതിൻ്റെ ഇല ഇടുകയാണെങ്കിൽ ബിരിയാണിക്ക് നല്ല മണം കിട്ടും. നമ്മളെ രമ്പ ബിരിയാണി ഇല എന്നാണ് പറയുന്നത്. അത് കുക്ക് ചെയ്യുമ്പോൾ ഇഷ്ടമല്ല. ഓക്കെ, ലഡുവിനായിട്ട് ചേർക്കുന്നുണ്ട്. അതാണ് ഏലയ്ക്ക്, ഗ്രാമ്പൂ, അല്ലേ? അതിൻ്റെ എല്ലാം മണം കിട്ടാവുന്ന സർവ്വസുഗന്ധി എന്ന് പറയുന്ന ബിരിയാണി ഇഷ്ടമാണ്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരുന്ന പാഠം ഇതാണ്: ചെടികൾ നമുക്ക് പലതരത്തിൽ ഉപകാരപ്പെടുകയാണ്. അതിനെ നമുക്ക് മണത്തും. ഇന്ന് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല പഞ്ചസാര ചെടി എന്ന് പറയുന്നത്. പറ്റിയില്ല. നമ്മുടെ പഞ്ചസാരയേക്കാൾ 10 മടങ്ങ് മധുരമുള്ള ചെടിയുടെ ഇലയുണ്ട്. പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. സിവിയ എന്ന് പറഞ്ഞിട്ട് പഞ്ചസാര ചെടി, അത് കഴിക്കും, നല്ല മധുരം. അപ്പൊ ഞാൻ പറയാണ്, രുചിച്ച് നോക്കി ചെടികൾ മനസ്സിലാക്കാം, മണത്ത് നോക്കി, തൊട്ട് നോക്കി ഒക്കെ. അതേമാതിരി നമുക്ക് ചെടികളെ ഒരേ കുടുംബത്തിൽപ്പെട്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള ചെടികൾ, അതിൻ്റെ ഇലകളുടെ രൂപവും ഒക്കെ ആകൃതിയൊക്കെ മനസ്സിലാക്കി തൊട്ട് നോക്കി നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഇല. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞു നിർത്തിയാണ്. കുരുമുളക് കുടുംബത്തിൽപ്പെടുന്ന കുരുമുളക്, അല്ലേ? കുരുമുളക് കുടുംബത്തിൽപ്പെടുന്ന വേറൊരു ചെടിയാണ് വെറ്റില. അതേ കുടുംബത്തിൽപ്പെടുന്ന വേറൊരു ചെടിയാണ് തിപ്പല്ലി. ഇത് മൂന്നിൻ്റെയും ഇലയിൽ വ്യത്യാസമുണ്ട്, മണത്തിൽ വ്യത്യാസമുണ്ട്, ഗുണവും വെവ്വേറെയാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെടികളോട് ഉള്ള താല്പര്യം വീട്ടിൽ വളർത്തുക, അതിനെ കണ്ട് മനസ്സിലാക്കാം. അങ്ങനെ ഒരു താല്പര്യം. ചെടികളില്ലാത്ത ലോകം എന്ന് പറയുന്നത് ജോർജ് വാഷിങ്ടൺ കേവർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമി നിശ്ചലമാകും എന്ന്. ഭൂമിയിൽ സൂക്ഷ്മജീവികളും ചെടികളും ഇല്ലാത്തൊരു കാലം വരികയാണെങ്കിൽ ജീവജാലങ്ങൾ മുഴുവനും ചത്തുപോകും, ഭൂമി നിശ്ചലമാകും. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. നമുക്ക് പ്രാണവായു തരുന്ന, നമുക്ക് ഭക്ഷണം തരുന്ന. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം UN നിങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 17, അതിലൊന്ന് ഭൂമിയിലുള്ള ചെടികളെല്ലാം സംരക്ഷിക്കുക, ജീവജാലങ്ങളെല്ലാം സംരക്ഷിക്കുക. അങ്ങനെ ഒരു നല്ലൊരു ചിന്ത നമ്മുടെ കൊച്ചു കുട്ടികളിൽ ഉണ്ടാവട്ടെ. അതിന് ഈ ദിനം പ്രയോജനപ്പെടട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിസ്ഥിതി ദിനത്തിൻ്റെ എല്ലാ മധുരമായ സന്ദേശവും ഓർമ്മകളും സ്നേഹാശംസകളും നൽകി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.